വെൽക്കം ബാക്ക് ടു ബ്രെയിൻസ് ഓൺലൈൻ ക്ലാസ്സസ്. ഓക്കെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ SSLC കെമിസ്ട്രിയിൽ ഒന്നാമത്തെ ചാപ്റ്റർ ആയിരുന്നിട്ടുള്ള പീരിയോഡിക് ടേബിൾ ഇൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയിരുന്നു ഡിസ്കസ് ചെയ്തുകൊണ്ടുണ്ടായിരുന്നത്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കുറച്ച് കാര്യങ്ങൾ നമുക്ക് റീകോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. ഓക്കെ, ക്വസ്റ്റ്യൻ ഇതാണ്: ചൂസ് ദി റോങ് വൺ ഫ്രം ദി ഫോളോയിങ് ആൻഡ് എക്സ്പ്ലെയിൻ ദ റീസൺ. നമുക്ക് തന്നിട്ടുള്ളത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് തന്നിട്ടുള്ളത് 2p 3s 4p and 3f. ഇതാണ് നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇതിൽ റോങ് വൺ ഏതാണ് എന്നാണ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ നോക്കിക്കോളൂ. 2p 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എല്ലിൻ്റെ വേറൊരു ഡിനോട്ടേഷൻ ആണ് 2 എന്ന് പറയുന്നത്. കെയുടേത് 1 ആണ്, എമ്മിൻ്റെത് 3 ആണ്, എന്നിൻ്റെത് 4 ആണ്. ഓക്കെ, അപ്പോൾ 2p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് 2 p. 2 p കാണുന്നുണ്ടോ? എൽ എന്ന് പറയുന്ന സബ് ഷെല്ലിൽ p എന്ന് പറയുന്ന സബ് ഷെൽ ഉണ്ടോ? ഉണ്ട്, കാരണം 2p നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതുകൊണ്ട് ശരിയാണിത്. 3s 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം ആണ്, എമ്മിൽ എസ് കാണപ്പെടുന്നുണ്ടോ? ഉണ്ട്, അതുകൊണ്ട് നമ്മളതിൻ്റെ 3s കറക്റ്റാണ്. ഇനി 4p എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ 4ൽ എസും പിയും ഡിയും എഫും ഉണ്ട്. ദാറ്റ് മീൻസ് 4 do have p subshell over there. That means third one is also correct. 3f 3 എന്ന് പറഞ്ഞാൽ എം ആണ്, എമ്മിൽ എഫ് കാണപ്പെടുന്നുണ്ടോ? 3 എസും പിയും ഡിയും മാത്രമേ ഉള്ളൂ, എഫ് കാണപ്പെടുന്നുണ്ടോ? ഇല്ല. സോ വിച്ച് ഈസ് ദി റോങ് വൺ? ദാറ്റ് ഈസ് 3f. സോ വാട്ട് വിൽ ബി ആ റീസൺ? എന്താ റീസൺ? എന്താണ്? 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എം സബ് ഷെല്ലിൽ എഫ് എന്ന് പറയുന്ന സബ് ഷെൽ കാണപ്പെടുന്നില്ല. ദാറ്റ് ഈസ് വൈ 3f ഈസ് ദി റോങ് ആൻസർ. അടുത്തൊരു ചോദ്യം നമുക്ക് ശ്രദ്ധിക്കാം. 2s1 രണ്ടാമത്തെ ചോദ്യമാണ്. 2s1 4f3 3d7 2p7. ഓക്കെ, 2ൽ എസ് കാണപ്പെടുന്നുണ്ട്, ശരിയാണ്. 1 എസിൽ പരമാവധി 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അപ്പോൾ 1 ഇലക്ട്രോൺ ഉള്ളത് ശരിയായ കാര്യമാണ്. സോ ദിസ് ഈസ് കറക്റ്റ്. 4f3 4ൽ എഫ് കാണപ്പെടുന്നുണ്ട്, 3 എഫിൽ പരമാവധി 14 ഇലക്ട്രോൺ കൊള്ളിക്കാൻ പറ്റുന്നുണ്ട്, അപ്പോൾ 3 ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് പോസിബിൾ ആയുള്ള ഒരു കേസാണ്. അടുത്തതാണ് 3d7 3ൽ ഡി കാണപ്പെടുന്നുണ്ട്, 7 ഡിയിൽ 10 ഇലക്ട്രോൺ വരെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്, അപ്പോൾ 7 കറക്റ്റായ ഒരു ആൻസർ ആണ്. 2p7 2ൽ പി കാണപ്പെടുന്നുണ്ട്, ബട്ട് 7 പിയിൽ പരമാവധി 6 ഇലക്ട്രോണല്ലേ കൊള്ളുള്ളൂ, അപ്പോൾ 7 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആണോ? അല്ല, റോങ് ആൻസർ ആണ്. സോ ദിസ് ഈസ് ദി റോങ് വൺ. സോ വാട്ട് വിൽ ബി ദി റീസൺ? ദ റീസൺ ഷുഡ് ബി ലൈക്ക് 2pയിൽ പരമാവധി ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോണുകളുടെ എണ്ണം 6 ആയിരുന്നിരിക്കെ ഇവിടെ 7 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നതല്ല. സോ ദീസ് കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വിൽ ബി അവൈലബിൾ ഓർ പ്രസൻറ്റ് ഇൻ യുവർ പബ്ലിക് എക്സാമിനേഷൻ. സോ നമുക്ക് അത്തരം കാര്യങ്ങൾ നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഇനി 2 എക്സാമ്പിൾ കൂടി നമുക്ക് ചെയ്ത് തുടങ്ങാം. റൈറ്റ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് ഫോളോയിങ് എലമെൻറ്റ്സ്. ഓക്കെ, നമുക്ക് ആദ്യമായി തന്നിട്ടുള്ളത് AR18 ആണ്. നമുക്ക് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ AR18 ആണ്. AR18 ആർഗൺ 18ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് നമ്മൾ ഫില്ല് ചെയ്യുന്നത് 1s പരമാവധി എസിൽ 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ 1s ഫുള്ളായി കഴിഞ്ഞാൽ 2s ആണ്, 2sൽ പരമാവധി 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. 2p എന്തുകൊണ്ട് നമ്മൾ 2p എടുക്കുന്നു? ബിക്കോസ് 2s ഫുള്ളായി കഴിഞ്ഞാൽ 2p ആണ് ഓർഡർ പ്രകാരം നമ്മൾ ചെയ്യേണ്ടത്. പിയുടെ പരമാവധി 6 ഇലക്ട്രോൺ കൊള്ളുന്നു. സോ 2 2 6 ദാറ്റ് മീൻസ് ഓൾറെഡി 10 ഇലക്ട്രോൺസ് ആർ അക്കോമഡേറ്റഡ്. ആൻഡ് സിൻസ് ഇറ്റ് ഈസ് ആർഗൺ it do have 18 electrons over there. That means 8 more electrons should be accommodated. After completing filling 2p പിന്നെ നമ്മൾ ഏതാണ് എടുക്കേണ്ടത്? 3s ആണ് എടുക്കേണ്ടത്. എസിൽ പരമാവധി 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും, അതായത് 12 ഇലക്ട്രോണുകൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്തതാണ് 3s കഴിഞ്ഞ് കഴിഞ്ഞാൽ 3p. ഇനി നോക്കിക്കോളൂ, 2ഉം 2ഉം 6ഉം 2ഉം 12 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. ഇനി 6 ഇലക്ട്രോൺ കൂടി നമ്മൾ അക്കോമഡേറ്റ് ചെയ്യണം. ശ്രദ്ധിക്കുക, പിയിൽ പരമാവധി 6 കൊള്ളുന്നുണ്ട്, അതുകൊണ്ട് ഇവിടെ 6 നിട്ടു. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഈസ് ഓവർ. സോ ഐ ഹോപ്പ് how to write the subshell electronic configuration of AR is clear to you. ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ എടുത്തു നോക്കാം. അടുത്ത എക്സാമ്പിളാണ് നമ്മുടെ പൊട്ടാഷ്യം. വിൽ ടേക്ക് പൊട്ടാഷ്യം. അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാഷ്യം എത്രയാണ്? അറ്റോമിക് നമ്പർ ഓഫ് പൊട്ടാഷ്യം ഈസ് 19. സോ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മൾ എടുക്കുകയാണ്.
കൂടുതൽ പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ ഫസ്റ്റ് 1s2, പിന്നെ 2s2, 2p6, 3s2, 3p6. ഇപ്പോൾ ഓൾറെഡി എത്ര ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു? 18 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. പൊട്ടാഷ്യത്തിൽ ഒരു ഇലക്ട്രോൺ കൂടി അക്കോമഡേറ്റ് ചെയ്യേണ്ടേ? ഈ ഓർഡർ പ്രകാരമാണെങ്കിൽ 3d ആണ് നമ്മൾ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്, അല്ലേ മക്കളെ? 1s, 2s, 2p, 3s ഞാൻ പറഞ്ഞു. 3s കഴിഞ്ഞാൽ 3p, 3p കഴിഞ്ഞാൽ 3d ആണെന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ അവിടെ ചെറിയൊരു എന്താ പറയുക, ഒരു അനോമലസ് ബിഹേവിയർ ഇവർ കാണിക്കുന്നുണ്ട്. 18 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3d ആണ്. പക്ഷേ ആക്ച്വലി അത് വരുന്നത് 3dക്ക് പകരം ആക്ച്വലി അത് വരുന്നത് 4s ആണ്. സോ യു വിൽ ഹാവ് എ ഡൗട്ട്, സർ നമ്മളതെങ്ങനെ മനസ്സിലാക്കും? 3d കഴിഞ്ഞാൽ 4s ആണ്, 4s കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കൊരു ഡൗട്ട് ഉണ്ടാവും, സാർ പറഞ്ഞതുപോലെ 4p ആണോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ആണോ? അങ്ങനെയുള്ള ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പിന്നെയും പറയുകയാണ്, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 3p കഴിഞ്ഞാൽ 3d ആണ് ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യാൻ വേണ്ടി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന സബ്ഷെൽ. പക്ഷേ ആക്ച്വലി വരുന്നത് 4s ആണ്. എന്തുകൊണ്ടാണ് അങ്ങനെ 4s വരുന്നത്? പിന്നെ നിങ്ങൾക്ക് അടുത്തൊരു ഡൗട്ട് ഉണ്ടാവും, സാർ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്യും 3d കഴിഞ്ഞാൽ 4s ആണോ, 4s കഴിഞ്ഞാൽ അടുത്തത് ഏതാണെന്ന് നമ്മൾ എങ്ങനെ മനസ്സിലാക്കും? ആ ചോദ്യത്തിന് ഉത്തരം നൽകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടെക്നിക്ക് പറയുന്നുണ്ട്. ആ ടെക്നിക്കാണ് നമ്മൾ അടുത്തത് എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പം ഇലക്ട്രോണുകളെ സബ്ഷെല്ലുകളിൽ എങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്യാം എന്നുള്ളതൊരു കൺഫ്യൂഷൻ നമ്മൾ വന്നു, അല്ലേ? 3p കഴിഞ്ഞാൽ 3d അല്ല 4s ആണ് വരുന്നത് ഞാൻ പറഞ്ഞു. അപ്പോൾ അത് നമുക്കെങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അതിന് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തുള്ള ആ ടെക്നിക്കാണ് ഇവിടെ നമ്മൾ 1s, അതായത് കെയിൽ ഒരു സബ്ഷെല്ലേ ഉള്ളൂ s, 2s 2p, അതായത് L എന്ന് പറയുന്ന ഷെല്ലിൽ എസും പിയും ഉണ്ട്, എമ്മിൽ എസും പിയും ഡിയും ഉണ്ട്, പിന്നെ എന്നിൽ എസും പിയും ഡിയും എഫും ഉണ്ട്. അതായത് നമ്മൾ ആ ഒരു ഓർഡറിൽ എഴുതി വെച്ചു. 1s, 2s, 2p, 3s, 3p, 3d, 4s, 4p, 4d, 4f. 5ൽ അതായത് n കഴിഞ്ഞാൽ വരുന്നത് നമ്മളത് ടെക്സ്റ്റ് ബുക്കിൽ ഡിസ്കസ് ചെയ്യുന്നില്ല, എന്നാലും നമ്മൾ എഴുതി വെക്കുന്നു. 5s, 5p, 5d, 5f, 6s, 6p, 6d, 7s, 7p. ഈ ഒരു ഓർഡറിൽ നമ്മൾ ആദ്യം എഴുതി വെക്കാം. എന്നിട്ട് ഇതിനെ നമ്മൾ ഒരു ചെരിഞ്ഞ രീതിയിൽ നമ്മൾ ഇതിൽ ഓർഡർ ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക, നമ്മൾ ഈ ആരോ പോകുന്നതിൻ്റെ ഓർഡറിലാണ് ഇലക്ട്രോണുകളെ ഫില്ല് ചെയ്യേണ്ടത്. ആദ്യമായി ആരോ പോകുന്നത് ഏതിലൂടെയാണ്? 1sലൂടെ. സോ ആദ്യം ഇലക്ട്രോൺസിനെ ഏത് സബ്ഷെല്ലിലാണ് ഫില്ല് ചെയ്യേണ്ടത്? 1sലാണ്. രണ്ടാമതായി ആരോ പോകുന്നത് ഏത് സബ്ഷെല്ലിലൂടെയാണ്? 2sലൂടെയാണ്. അതിനുശേഷം ഏത് സബ്ഷെല്ലിലൂടെ ആരോ പോകുന്നത്? 2p കഴിഞ്ഞാൽ പിന്നെ ഏതിലൂടെയാണ് പോകുന്നത്? 3s ആണ്. 3s കഴിഞ്ഞാൽ 3p കഴിഞ്ഞാൽ 3d അല്ല എന്നുള്ളതിൻ്റെ തെളിവാണ്. 3p കഴിഞ്ഞാൽ ആരോ ഏതിലൂടെയാണ് പോകുന്നത്? 4sലൂടെയാണ്. സോ ആഫ്റ്റർ 3p യു ഹാവ് ടു ഫിൽ 4s, ദെൻ ഓൺലി യു ഹാവ് ടു മൂവ് ടു 3d-യിലേക്കാണ് നമ്മൾ പിന്നെ പോകേണ്ടത്. 3d ഫിൽ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ പോകേണ്ടത് 4pയിലേക്കും. 4p കഴിഞ്ഞാൽ 4d അല്ല, മറിച്ച് 5sലേക്കാണ് നമ്മൾ ഇലക്ട്രോൺസിനെ ഫില്ല് ചെയ്യേണ്ടത്. 5s കഴിഞ്ഞാൽ 4d കഴിഞ്ഞാൽ 5p കഴിഞ്ഞാൽ 6s എന്ന് അറിഞ്ഞു കഴിഞ്ഞാലാണ് 4fലേക്ക് നമ്മൾ പോവേണ്ടത്. 4fലേക്ക് പോയി കഴിഞ്ഞാൽ 5d, 6p, 7s. സോ ദിസ് വിൽ ബി ദി ഓർഡർ. ആഫ്റ്റർ ഫില്ലിംഗ് 7s you have to move to 5f, then 6d, then 7p. So this is the order of filling electrons in subshell. അപ്പോൾ നമ്മൾ അതിനെ ഓർഡർ ആക്കി എഴുതി കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ആരോ പോകുന്നതിൻ്റെ ഓർഡർ എന്നല്ല നമ്മൾ പറയുന്നത്, ഇലക്ട്രോൺ സബ്ഷെല്ലുകളുടെ എനർജി കൂടി വരുന്നതിൻ്റെ ഓർഡർ ആണ് ഇത്. സോ ഏറ്റവും കുറവ് എനർജി ഉള്ളത് ഏത് സബ്ഷെല്ലിലാണ്? 1sനാണ്. പിന്നെ കൂടുതൽ എനർജി ഉള്ളത് ഏത് സബ്ഷെല്ലിലാണ്? 2sനാണ്. 2s കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ എനർജി ഉള്ളത് ഏത് സബ്ഷെല്ലിലാണ്? 2p, പിന്നെ 3s, 3p, 4s, 3d, 4p, 5s. So this is the increasing order of subshells. Okay. So electron subshellsന്റെ increasing order of energy എന്താണ്? നമുക്കിവിടെ നോക്കാം. അതായത് എക്സാമിന് ഉണ്ടാവുന്നൊരു ചോദ്യമാണ് increasing order of എനർജി കൂടി വരുന്നതിൻ്റെ ഓർഡർ എന്താണ്? ഏറ്റവും കുറവ് എനർജി ഉള്ളത് ഏത് സബ്ഷെല്ലിനാണ്? 1sനാണ്. 1s കഴിഞ്ഞാൽ പിന്നുള്ളത് ഏതിനാണ്? പിന്നെ 2sനാണ്. പിന്നുള്ളത് ഏതിനാണ്? 2s കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 2p ആണ്. 2p കഴിഞ്ഞാൽ എനർജി കൂടുതൽ 3sനാണ്. 3s കഴിഞ്ഞാൽ 3p ആണ്. 3p കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 4s ആണ്. ശ്രദ്ധിക്കുക, 3p കഴിഞ്ഞാൽ 3d അല്ല, മറിച്ച് 4s ആണ് വരുന്നത്. 4s കഴിഞ്ഞാൽ 3d കഴിഞ്ഞാലോ? 3d കഴിഞ്ഞാൽ 4p ആണ്. 4p കഴിഞ്ഞാൽ 4d അല്ല, മറിച്ച് 5s ആണ് വരുന്നത്. 5s, 4p കഴിഞ്ഞു, 5s ആണ്. 5s കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്?
So this will be the order of increasing order of energy of subshells. അപ്പോൾ എക്സാമിന് ചോദിക്കാറുണ്ട്, imagine there is a question in examination, arrange the following subshells in the increasing order of energy. Okay, so നമുക്ക് തന്നിട്ടുള്ള ആളുകൾ 3D 2s തന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് 3D 2s 4s 2p. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ഓർഡറിലേക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ ഏറ്റവും കുറവ് എനർജി ഉള്ളത് ഏതിനാണ്? ഏറ്റവും ആദ്യം വരുന്നത് 2s അല്ലേ, അപ്പോൾ ആദ്യം നമ്മൾ 2s എഴുതി. പിന്നെ എനർജി കൂടുന്നത് ഏതിനാണ്? 2pക്കാണ്, 2p എന്ന് എഴുതി. 2p കഴിഞ്ഞാൽ പിന്നെ 3s കഴിഞ്ഞു, പിന്നെ 3p കഴിഞ്ഞു, 4s കഴിഞ്ഞു, 4s കഴിഞ്ഞിട്ടാണ് പിന്നെ ഇത് വരുന്നത് 3d വരുന്നത്. സോ ഐ ഹോപ്പ് ദി ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ. ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഈ തന്നിട്ടുള്ള 4 സബ്ഷെല്ലുകളിൽ യു ഹാവ് ടു അറേഞ്ച് ദീ സബ്ഷെൽസ് ഇൻ ദി ഇൻക്രീസിങ് ഓർഡർ ഓഫ് ദിയർ എനർജി. അപ്പം ഈ ഒരു ഓർഡർ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡറിലാണ്. ഏറ്റവും കുറവുള്ളത് 2s ആണ്, പിന്നെ 2p ആണ് വരുന്നത്, പിന്നെ 4s ആണ് വരുന്നത്, പിന്നെയാണ് 3d വരുന്നത്. ഐ ഹോപ്പ് ദ ക്വസ്റ്റ്യൻ ഈസ് ക്ലിയർ ടു യു. ഈ ഒരു ഓർഡർ വെച്ചിട്ട് നമുക്ക് തന്നിട്ടുള്ള നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന പൊട്ടാഷ്യത്തിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് എഴുതി നോക്കാം. ഓക്കെ, ക്ലിയർ? പൊട്ടാഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയായിരുന്നു? പൊട്ടാഷ്യത്തിൻ്റെ അറ്റോമിക് നമ്പർ 19 ആണ്. ക്ലിയർ? 19 ആണ്. നമുക്ക് ഫസ്റ്റ് ഏറ്റവും ആദ്യം ഫില്ല് ചെയ്യേണ്ടത് ഏതാണ്? 1s. അതിൽ 2 ഇലക്ട്രോൺസ് അക്കോമഡേറ്റ് ചെയ്തു. ഞാൻ വീണ്ടും പറയാണ്, എസിൽ 2 ഇലക്ട്രോൺ, പിയിൽ 6, ടിയിൽ 10, എഫിൽ 14. ഇത് ഓർമ്മയിലുണ്ടാവണം. ഫസ്റ്റ് 1s 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. 1s കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 2s2. കാരണം അഗെയിൻ 2, പിന്നെ 2p. പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ കൊള്ളുന്നു. അപ്പോൾ 1s2 കഴിഞ്ഞു, 2s2 കഴിഞ്ഞു, 2p6 കഴിഞ്ഞു. ദാറ്റ് മീൻസ് ഓൾറെഡി 10 ഇലക്ട്രോൺസ് അക്കോമഡേറ്റഡ്. 2p കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 3s ആണല്ലോ വരുന്നത് അല്ലേ? 3sൽ പരമാവധി എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും? 2. 3s കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 3p ആണ്. പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ കൊള്ളും. അതായത് 2ഉം 2ഉം 6ഉം 2ഉം 12ഉം 6ഉം 18 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്തു. ഇനി എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യണം? 1 ഇലക്ട്രോൺ കൂടി അക്കോമഡേറ്റ് ചെയ്യണം. ദാറ്റ് മീൻസ് ആഫ്റ്റർ 3p യു ഹാവ് ടു അക്കോമഡേറ്റ് ദാറ്റ് ഇലക്ട്രോൺ ഇൻ 4s. ദാറ്റ് മീൻസ് 4s1. ഇറ്റ് ഈസ് നോട്ട് 3d1. സോ ലിസൺ, ഈ ഒരു തരത്തിലുള്ള ചോദ്യം മിക്കവാറും എക്സാമിന് ചോദിക്കാറുണ്ട്. കാരണം സാധാരണ കുട്ടികൾ വിചാരിക്കും 3p കഴിഞ്ഞാൽ ഓർഡർ പ്രകാരം 3d അല്ലേ വരേണ്ടത്, അപ്പോൾ 3d1 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യേണ്ടത്. അല്ല, അത് 4s1. അപ്പോൾ റീസൺ എന്താണെന്ന് ചോദിക്കും. വാട്ട് ഈസ് ദ റീസൺ? ബിക്കോസ് എനർജി കൂടി വരുന്നതിൻ്റെ ക്രമം ഇതാണ്. 3dയേക്കാളും എനർജി കുറവുള്ളത് 4sനാണ്. 4sനേക്കാളും കൂടുതലാണ് എനർജി 3dക്ക്. അപ്പോൾ എനർജി കുറവുള്ളതിലാണ് ആദ്യം ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യുക. അതായത് 3p കഴിഞ്ഞാൽ 4sൽ അക്കോമഡേറ്റ് ചെയ്യും. അത് നിറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ 3dയിലേക്ക് പോവുള്ളൂ. അതായത് നമുക്കൊരു എക്സാമ്പിൾ കൂടി ചെയ്തേക്കാം. വേറൊരു എക്സാമ്പിൾ കൂടി ചെയ്ത് നോക്കാം. ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുകയാണ്. വേറെ എക്സാമ്പിളാണ് നമ്മുടെ ടൈറ്റാനിയം നമുക്ക് തന്നിട്ടുണ്ട്. ടൈറ്റാനിയത്തിൻ്റെ അറ്റോമിക് നമ്പർ എത്രയാണ് വരുന്നത്? 22. ഓക്കെ, ടൈറ്റാനിയത്തിൻ്റെത് 22 ആണ്. ഇപ്പോൾ 22 അറ്റോമിക് നമ്പറുള്ള ആളുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമുക്ക് എങ്ങനെ എഴുതാം? ഫസ്റ്റ് 1s2 ക്ലിയർ, 2s2 ക്ലിയർ. 2s2 കഴിഞ്ഞാൽ 2p6, കാരണം p ആണ്. 6 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. ടോട്ടൽ 10 ആയി. 2p കഴിഞ്ഞാൽ 3s2 12 ഇലക്ട്രോണായി. 3s കഴിഞ്ഞാൽ 3p ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കൂ, 3s കഴിഞ്ഞാൽ പിന്നെ 3p ആണ്. 3p കഴിഞ്ഞാൽ പിന്നെ ഏതാ വരുന്നത്? 4s ആണ്. 4s2. ലിസൺ കെയർഫുള്ളി. സോ ഫാർ നമ്മൾ 20 ഇലക്ട്രോൺസിനെ അക്കോമഡേറ്റ് ചെയ്തു. ഇനി എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യണം? 2 എണ്ണം കൂടി അക്കോമഡേറ്റ് ചെയ്യണം. 4s കഴിഞ്ഞാൽ 4s നിറഞ്ഞു കഴിഞ്ഞിട്ടു. മക്കളെ ശ്രദ്ധിക്കണേ, 4s നിറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഏതാ വരുന്നത്? 3d ആണ്. 3dയിൽ പരമാവധി 10 കൊള്ളും. അതിൻ്റെ അർത്ഥം അവിടെ 10 എഴുതണം എന്നല്ല, പരമാവധി 10 കൊള്ളും. പക്ഷെ നമ്മുടെ കയ്യിൽ ആകെ 2 ഇലക്ട്രോണേ ബാക്കിയുള്ളൂ. ടൈറ്റാനിയത്തിൽ ആകെ 22 ഇലക്ട്രോണേ ഉള്ളൂ. ആ 2 ഇലക്ട്രോൺ ഇവിടെ അക്കോമഡേറ്റ് ചെയ്തു. ക്ലിയർ. ഈ ഒരു തരത്തിലുള്ള അറ്റോമിക് നമ്പർ 20 ശേഷം 30 വരെയുള്ള അറ്റോമിക് നമ്പറുള്ള സ്കാൻഡിയം, ടൈറ്റാനിയം, വനേഡിയം, ക്രോമിയം, മാംഗനീസ് അതുപോലെയുള്ള ആളുകളുടെ ചോദ്യം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരു 2-3 ക്വസ്റ്റ്യൻസ് നമ്മൾ 20 മുതൽ 30 വരെയുള്ള അറ്റോമിക് നമ്പറിലെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുന്നതിന് 2-3 ചോദ്യങ്ങൾ ചെയ്യും. അതിന് ശേഷം നിങ്ങൾക്ക് ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് ഹോംവർക്കായിട്ട് തരാം. സോ 20 മുതൽ 30 അറ്റോമിക് നമ്പറിലെ ചില എലമെൻറ്റ്സിൻ്റെ അറ്റോമിക് നമ്പറൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. ഓക്കെ, so the question is, write down the subshell electronic configuration of given elements. ഏതൊക്കെയാണ് given elements?
വെനേഡിയം 23, Fe26, ക്രോമിയം 24 ആൻഡ് കോപ്പർ 29. ഇവയുടെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷനാണ് നമുക്ക് എഴുതേണ്ടതായിട്ടുള്ളത്. അപ്പം ആദ്യം തന്നെ നമ്മൾ വെനേഡിയത്തിനാണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. മക്കളെ ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നും എക്സ്ട്രാ പറയണില്ല, സെയിം നേരത്തെ പറഞ്ഞത് ഓർഡർ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ഈ ഒരു ഓർഡർ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുണ്ട്, നമുക്ക് അത് ബൈഹാർട്ട് ചെയ്ത് എക്സാമിന് നമുക്ക് ക്വസ്റ്റ്യൻ ഓർഡർ തരുന്നില്ല. അപ്പോൾ അത് ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ആ ബൈഹാർട്ട് ചെയ്യേണ്ടത് അറ്റ്ലീസ്റ്റ് 1s 2s 2p 3s 3p 4s 3d വരെ അല്ലെങ്കിൽ 4p വരെ ബൈഹാർട്ട് ചെയ്ത് വെച്ചാൽ മതി. അതിൽ കൂടുതലൊന്നും നമ്മൾ 10ാം ക്ലാസ്സിൽ ചോദിക്കാൻ സാധ്യതയില്ല. ഒരു 3d അല്ലെങ്കിൽ 4p വരെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, ഇപ്പോൾ നമ്മൾ ക്വസ്റ്റ്യനിലേക്ക് എടുക്കുകയാണ്. ഒന്നാമത്തേതാണ് വനേഡിയം 23. ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ വനേഡിയത്തിന് atomic number 23, that means it do have 23 electrons. So we have to arrange those electrons in subshells. ഒന്നാമതായിട്ട് വരുന്ന ഏറ്റവും എനർജി കുറവുള്ള സബ്ഷെൽ ഏതാ മക്കളെ? അത് 1s ആണ്. അപ്പോൾ 1sൽ 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. പിന്നെ വരുന്നത് 2s ആണ്, അതിൽ 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. 2s കഴിഞ്ഞാൽ 2p ആണ്, അത് 6 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. പിയിൽ പരമാവധി 6 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 2p കഴിഞ്ഞാൽ 3s ആണ്, 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. പിന്നെ 3p6 ആണ്, അതായത് സോഫാർ 18 ഇലക്ട്രോണുകൾ നമ്മൾ അക്കോമഡേറ്റ് ചെയ്ത് കഴിഞ്ഞു. 3p കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് 4s ആണ്. 4sൽ കാരണം ശ്രദ്ധിക്കുക മക്കളെ, പിന്നെയും പറയുന്നത് 3p കഴിഞ്ഞാൽ 3d അല്ല, 4s ആണ് വരുന്നത്. എസിൽ പരമാവധി 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. 4s കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 3d ആണ്. 3dയിൽ ഇനി എത്ര ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യണം ശ്രദ്ധിക്കണം. 4s2 എന്ന് പറയുമ്പോഴേക്കും 20 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. 23 ആണ് അറ്റോമിക് നമ്പർ. ഇനി 3 ഇലക്ട്രോൺ മാത്രമേ ബാക്കിയുള്ളൂ, 3d3. സോ ദിസ് ഈസ് ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് വനേഡിയം. ക്ലിയർ ആണല്ലോ? ഓക്കെ, ഇനി അടുത്തതാണ് നമ്മുടെ അയൺ. അയൺ 26 ആണ്. അയൺ Fe26 ആണ് അറ്റോമിക് നമ്പർ. അപ്പം അതായത് 1s2 2s2 2p6 3s2 3p6. കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട എന്നാണ് ഞാൻ കരുതുന്നത്. 3p കഴിഞ്ഞാൽ പിന്നെ വരുന്നത് 4s2 ആണ്. പിന്നെ 3d മക്കളെ 4s2 എന്ന് പറയുമ്പോൾ 20 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്തു. 26ലേക്ക് ഇനി 6 ഇലക്ട്രോൺ കൂടി ഉണ്ട്, 3d6. ക്ലിയർ ആണല്ലോ? ഇനി നമുക്ക് വരാനുള്ളതാണ് ക്രോമിയം. ക്രോമിയം 24ഉം കോപ്പർ 29. നമ്മൾ ആദ്യം ഡി ആയിട്ടുള്ള കോപ്പറിനെയാണ് എടുക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കോപ്പർ, വാട്ട് വിൽ ബി ദി സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ? വി ഹാവ് ടു സ്റ്റാർട്ട് ഫ്രം ദി 1s ബിക്കോസ് അതിനാണ് ഏറ്റവും എനർജി കുറവുള്ളത്. 1s2 2s2 2p6 3s2 3p6. ഇതുവരെ കൺഫ്യൂഷൻ ഒന്നും ഇല്ലാതെ കരുതാണ്. 3p കഴിഞ്ഞാൽ പിന്നെ 4s2 3d 29 ഇല്ല മക്കളെ, ഇപ്പോൾ 9 ഉണ്ടാവും. ഇവിടെയാണ് നമ്മൾ ട്വിസ്റ്റ് ചെയ്യുന്ന ചോദ്യം. നമ്മുടെ ഇതിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ അവസാനത്തിലേക്ക് 4s2ഉം 3d9ഉം ഇല്ല മക്കളെ. നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് നോക്കൂ. 3d9 എന്ന് പറഞ്ഞാൽ ഡിയിൽ പരമാവധി അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇലക്ട്രോൺ എണ്ണം 10 ആണ്. 10 അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും പരമാവധി. പക്ഷേ ഡിയിൽ ഇപ്പം 9 ഉള്ളൂ. അപ്പോൾ പരമാവധി എത്ര അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും അത്രയും അവർ അക്കോമഡേറ്റ് ചെയ്ത് കഴിയുകയാണെങ്കിൽ അവർക്ക് സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യാൻ പറ്റും, അതായത് സ്ഥിരത കൈവരിക്കാൻ പറ്റും. പക്ഷേ ഇവിടെ 9 ഇലക്ട്രോണേ ഉള്ളൂ. 10 ഇലക്ട്രോൺ ഡിയിൽ ഉണ്ടായിരുന്നെങ്കിൽ ഡിക്ക് സ്റ്റെബിലിറ്റി കൈവരിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ ഡിയിൽ 9 ഉള്ളൂ. ആ ഡിയുടെ വിഷമം കണ്ടിട്ട് അടുത്തുള്ള 4s അതിൻ്റെ 1 ഇലക്ട്രോണിനെ ഡിക്ക് കൊടുക്കും. ക്ലിയർ? ആർക്ക് ഇലക്ട്രോണൊക്കെ കൊടുക്കും? 4s ഡിക്ക് ഇലക്ട്രോണൊക്കെ കൊടുക്കും. എന്തിനു വേണ്ടിയിട്ട്? ഡി 9 ഉള്ളത് 10 ആയിക്കഴിഞ്ഞാൽ ദേ ക്യാൻ അക്വയർ സ്റ്റെബിലിറ്റി, എക്സ്ട്രാ സ്റ്റെബിലിറ്റി. സോ ഇൻ ഓർഡർ ടു അക്വയർ ദി എക്സ്ട്രാ സ്റ്റെബിലിറ്റി 1s ഇലക്ട്രോൺ 4s ഇലക്ട്രോൺ 1 ഇലക്ട്രോൺ ഫ്രം 4s വിൽ ബി ഡൊണേറ്റഡ് ടു 3d9. 1 ഇലക്ട്രോൺ 4sൽ നിന്നും 3dയിലേക്ക് പോവുകയും അതെന്തായിട്ട് മാറും മക്കളെ? അതെന്തായിട്ട് മാറും? അത് 4s1ഉം 3d10 ആയിട്ട് മാറും. സോ എക്സാമിന് അതുകൊണ്ട് തന്നെ കോപ്പർ ചോദിക്കാറുണ്ട്. കാരണം കോപ്പറിന് ഫുള്ളി ഫിൽഡ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി ഉണ്ട്. എന്താണ് മക്കളെ? ഫുള്ളി ഫിൽഡ് എക്സ്ട്രാ സ്റ്റെബിലിറ്റി. എങ്ങനെയാണ് അത് അക്യൂർ ചെയ്തിട്ടുള്ളത്? 4sൽ നിന്നും 1 ഇലക്ട്രോൺ എടുത്തിട്ട് 3d9 ഉള്ളത് 3d10 ആക്കി. കോപ്പറിൻ്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അനോമലസ് ആണ്, അത് ചോദിക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് ഏറെക്കുറെ തന്നെയാണ് നമ്മുടെ ക്രോമിയത്തിൻ്റെ കേസും. സി ആയിട്ടുള്ള ക്രോമിയം 24 ആണ്. അപ്പം 1s2 2s2 2p6 3s2 3p6 4s1ഉം 3d5 ആണുള്ളത്. 3d4 ആണുള്ളത്. ബിക്കോസ്
4s2 1s2 2s2 2p6 3s2 3p6 4s2 എന്ന് പറയുമ്പോഴേക്കും 20 പിന്നെ 3d4 ബിക്കോസ് 24 ആണ്, അപ്പോൾ 3d4. പക്ഷേ നേരത്തെ മുകളിൽ പറഞ്ഞ അതേ കേസ് തന്നെ ക്രോമിയത്തിൻ്റെ കേസിലുമുണ്ട്. ഡിയിൽ 10 മാക്സിമം ആണ്. അപ്പം അത് 5 ആയി കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് ആയില്ലേ മക്കളെ? ഒന്ന് ഫുള്ളി ഫിൽഡ് ആണ്, മറ്റേത് ഹാഫ് ഫിൽഡ്. എങ്ങനെ ആലോചിക്കാം? ഇത് സെഞ്ചുറി അടിക്കുന്നത് ഒരു 99 ഔട്ടായി പോയ അവസ്ഥ, ഓക്കെ. ഇത് 49 ഔട്ടായി പോയ അവസ്ഥ. അത് 50 ആയി കഴിഞ്ഞാൽ അവർക്ക് സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യാൻ പറ്റിക്കൂടെ? അപ്പോൾ നോക്കിക്കേ, 3d4 3d5 ആയി കഴിഞ്ഞാൽ ഹാഫ് ഫിൽഡ് സ്റ്റെബിലിറ്റി അക്വയർ ചെയ്യാൻ വേണ്ടിയിട്ട് 4s2 നിന്നുള്ള ഒരു ഇലക്ട്രോണിനെ 4s 3dക്ക് നൽകും. അപ്പോൾ 3d എന്തായിട്ട് മാറും? 3d5 ആയിട്ടും 4s 1 ആയിട്ട് മാറും. അപ്പം നമ്മുടെ ആക്ച്വലി കോപ്പറിൻ്റെത് 4s2 3d9 ആണോ? അല്ല. എന്താണ്? 4s1 3d10 ആണ്. ക്രോമിയത്തിൻ്റെത് 4s2 3d4 ആണോ വരുന്നത്? അല്ല, 4s1 3d5 ആണ്. ഈ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നമ്മളോട് എക്സാമിന് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും അനോമലസ് പ്രോപ്പർട്ടി ഓൺ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ക്രോമിയത്തിൻ്റെയും കോപ്പറിൻ്റെയും അനോമലസ് പ്രോപ്പർട്ടി നിർബന്ധമായിട്ടും എക്സാമിന് പോകുന്നതിന് മുമ്പായിട്ട് നോക്കിയിട്ട് പോകണം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണുള്ളത്. 30 വരെയുള്ള ആറ്റങ്ങളുടെ സബ്ഷൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വീട്ടിൽ നിന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് തരുന്ന ക്വസ്റ്റ്യൻസൊക്കെ പ്രോബ്ലം സോൾവ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.